സെയിം റിമോട്ട് തന്നെ വേറെ ബോഡിയിൽ വന്നു, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട്. കണ്ടോ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്ലിപ്പ് കീ, ഇതാണ് വരുന്നത്. ഇതിലെന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഇതിൻ്റെ കീയുടെ ഫ്രെയിമാണ് വരുന്നത്. ഇത് കീയുടെ ഫ്രെയിം. നമുക്കിപ്പോൾ ഇത് പ്ലെയിൻ ആയിരിക്കും. നമ്മുടെ കീ അതിൻ്റെ ഫസ്റ്റ് നമ്മളൊരു ഷോപ്പിൽ കൊണ്ടു കൊടുത്തിട്ട് ഈ സെയിം ഇതിൽ പാറ്റേൺ കണ്ട സെയിം ഇതായിരിക്കും. സെയിം ഇതിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിനകത്ത് അതിൻ്റെ ലോഗോ വരും. ലോഗോ ഒരെണ്ണം ഇവിടത്തേക്കായിരിക്കും, ഒരെണ്ണം ഇവിടത്തേക്കായിരിക്കും. ഇതാണ് അതിൻ്റെ സ്ക്രൂ. ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് നിന്ന് ഇതിനകത്തുള്ള റിമോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. നോർമൽ ഇതാണ് നമ്മൾ യൂഷ്വലി എല്ലാ റിമോട്ട് കാറിലും വരുന്ന കീ. ഇതാണ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. സോ ഞാനിപ്പം അതിൻ്റെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം ഇതാണ്. ഇനി ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. പതുക്കെ പ്രസ് ചെയ്തതിൻ്റെ താഴോട്ട് വരും റിമോട്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ഇതിൻ്റെ മെയിൻ റിമോട്ടാണ്. സോ ഇത് ഞാൻ അതിൻ്റെ റിമോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് കീ ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇതാണ് ഈ മോഡ് കറക്റ്റ് അതിനകത്ത് ഫിറ്റാവും. കറക്റ്റ് ഇതിനകത്ത് ഫിറ്റായി കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യാം, സ്ലോലി കീ ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ ഫസ്റ്റ് ഈസിയാണ്. ഞാനൊരു എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഓക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് അതെ രണ്ടുമായി ക്ലോസ് ചെയ്യാനായിട്ട് ഏത് കീയും നമുക്ക് തന്നെ ഇതിൻ്റെ മോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ ആയത് 200 രൂപയാണ്. ഇത് ഉൾപ്രദേശം ആയതാണെന്ന് തോന്നുന്നു. അതിൽ അത്രയും അത്രയൊന്നും ആകില്ല. ഞാൻ ഇനി ഇതിനകത്ത് അത് കറക്റ്റ് ഫിറ്റായിട്ടുണ്ട്. നല്ലൊരു എലഗൻ ലുക്കായിട്ടുണ്ട്.
ഇനി ഇതിൽ നമുക്ക് ഈ എംബ്ലം അടിച്ചു കൊടുക്കണം. കറക്റ്റ് അടുത്തത് ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ചില മോഡലിൽ ഉള്ളിൽ ഒരു ചിപ്പ് പോലെ വരുന്നുണ്ട്. കണ്ടോ, സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടൊന്ന് എടുക്കാം. റൺ ആവുന്നുണ്ട്, റേസ് ആവുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. സോ ഈ ഒരു റേറ്റിന് ഇത് വളരെ നമുക്ക് തന്നെ, നമ്മളിപ്പോൾ വെളിയിൽ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് അവർ ഇത് ഡിജിറ്റലായിട്ടൊക്കെ ചെയ്യുന്നതിന് ചില സമയത്ത് ഫെയിലിയർ ഉണ്ടാവാം, ചില സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ, അതായത് അതിൻ്റെ കമ്പനി തരുന്ന റിമോട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ബോഡി വാങ്ങിയിട്ട് ഒരു ന്യൂ മോഡലേ ആക്കുന്നു. ഇതാകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാണ്, സെയിം ഇത് തന്നെയാണ്. ഇത് ഒരു പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാറ്ററി ഇതിൻ്റെ സ്ക്രൂ ഊരിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറ്റും. എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സെയിം അതേ ബോഡി, അതായത് സെയിം ബോഡി തന്നെയാണ്, സെയിം റിമോട്ട് തന്നെ വേറെ ബോഡിയിൽ വന്നു, കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ കമൻസ് എന്നുള്ളത് അറിയിക്കണം. ഓക്കെ, ബൈ.